ഹായ്. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ദി ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടോണിയൻ മെക്കാനിസം ഒബേ ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ്, അതുമല്ലെങ്കിൽ ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇതിനെയാണ് നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ബസ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബസ്സാണ്. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഡ്രൈവർ ബസ് ആക്സലറേറ്റ് ചെയ്യുന്നത്, അല്ലേ? ആക്സലറേഷൻ കൊടുക്കുന്നു. സോ ബസ് ആക്സലറേറ്റ് ചെയ്യുന്നു. ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത്, വേഗത കൂടുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ എവിടെയും പിടിച്ചിട്ടല്ല ബസ്സിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ, അതായത് നമ്മൾ നിന്ന ഇടത്തു നിന്നും പുറകിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് ബസ് ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ന്യൂട്ടോണിയൻ മെക്കാനിസം പ്രകാരം ഏതൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് ഒന്നുകിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറുന്നത്. പക്ഷേ ഈ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സും നമ്മളുടെ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സും ഡയറക്റ്റ് അവിടെ ആക്ട് ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ബസ്സിൻ്റെ ആക്സലറേഷൻ കൊണ്ട് ഇൻഡയറക്റ്റ്ലി ഒരു ഫോഴ്സ് നമ്മളുടെ ശരീരത്തിൽ ആക്ട് ആവുകയും നമ്മൾ പുറകിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. എങ്ങനെയാണ്? അമിത വേഗത്തിൽ അല്ലെങ്കിൽ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് സഡൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആക്സലറേഷൻ കുറയുന്നു, അല്ലേ? ആക്ച്വലി റിട്ടാർഡേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ റിട്ടാർഡേഷൻ ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ ആക്സലറേഷനിൽ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്, അല്ലേ? സോ ആ റിട്ടാർഡേഷൻ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത്രയും നേരം നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്സിൻ്റെ മുന്നിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ മുൻഭാഗത്തേക്ക് നമ്മൾ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്, അല്ലേ? അപ്പോൾ ഈ രണ്ട് കേസസിലാണെങ്കിലും, ആക്സലറേഷൻ കൊണ്ടാണെങ്കിലും റിട്ടാർഡേഷൻ കൊണ്ടാണെങ്കിലും, നമ്മൾ ഈ മൂവ് ചെയ്യുന്ന ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ ഒരു ഫിസിക്കലി ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ കൂടെ ബസ്സിൻ്റെ ആക്സലറേഷൻ കൊണ്ട് നമ്മൾ ശരീരത്തിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു, അല്ലേ? അപ്പം ഇത്തരത്തിൽ ആക്സലറേഷൻ ഉണ്ടാവുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഈ ന്യൂട്ടോണിയൻ ലോസ് ഇൻവാലിഡ് ആയിട്ടുണ്ടാവുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ നമുക്ക് എന്ത് പറയാം? നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഇത്തരത്തിൽ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ ആ ഫ്രെയിം ഓഫ് റെഫറൻസിനകത്തുള്ള ഒബ്ജക്റ്റിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. സോ ഇത് ഒരു അപ്പാരന്റ് ഫോഴ്സ് ആണ്. അതായത് ഡയറക്റ്റ് ഫിസിക്കൽ ഇൻട്രാക്ഷൻസ് ഒന്നും പാർട്ടിക്കിളിന് മുകളിൽ ഉണ്ടാവില്ല. പക്ഷേ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണോ ഈ പാർട്ടിക്കിൾ ഒബ്ജക്റ്റ് ഉള്ളത്, ആ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ആക്സലറേഷൻ കൊണ്ട് ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിന് അപ്പാരന്റ് ഫോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന ബസ്സിൻ്റെ എക്സാമ്പിളിൽ ആക്സലറേഷൻ കൊണ്ടോ റിട്ടാർഡേഷൻ കൊണ്ടോ നമ്മൾ ശരീരത്തിൽ മുന്നോട്ടോ പിന്നോട്ടോ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റും കൊണ്ടല്ല, അല്ലേ? അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എന്താക്കാം? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ആൻഡ് സെക്കൻഡ് ഫ്രെയിമാണ് എസ് പ്രൈം. സോ ഈ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു എസ് ഇത് മൂവ് ചെയ്യാൻ മാത്രമല്ല ആക്സലറേഷൻ ഉണ്ട്. സോ എ നോട്ട് എന്ന് പറയുന്ന ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് എസ് പ്രൈം എന്ന് പറയുന്നത്. അതേസമയത്ത് എസ് എന്ന് പറയുന്ന ഫ്രെയിം റെസ്റ്റ് സ്റ്റേറ്റിലാണുള്ളത്. സോ എസ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. എസ് ഫ്രെയിം റെസ്റ്റിലാണുള്ളത്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ നോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യണം. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ, ഇതും റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, ഈ പാർട്ടിക്കിൾ പി, അല്ലേ? അപ്പം വിത്ത് റെസ്പെക്ട് ടു എസ് ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. കാരണം എസും റെസ്റ്റിലാണുള്ളത്, പിയും റെസ്റ്റിലാണുള്ളത്. സോ അവിടെ യാതൊരു തരത്തിലുള്ള ഒരു ആക്സലറേഷൻ പിന്റെ മുകളിൽ നമുക്ക് ഇവിടുന്ന് ഈ എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് പിയിൽ ആക്സലറേഷൻ ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യില്ല, അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഇവിടെ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിനകത്ത് നമ്മൾ ഈ പീനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ, അത് റെസ്റ്റിലാണെങ്കിൽ പോലും, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഈ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിലാണെങ്കിൽ, ഒബ്സർവർ ഇപ്പോൾ എസ് പ്രൈമിലാണ് ഉള്ളതെങ്കിൽ ഈ ഒബ്സർവറിനെ സംബന്ധിച്ച് ഈ ഒബ്സർവറിന്റെ വെലോസിറ്റി എത്രയാണ്? ആക്സലറേഷൻ എത്രയാണ്? ഇതേ ആക്സലറേഷൻ, ഈ ഫ്രെയിം ഏത് ആക്സലറേഷനാണ് മൂവ് ചെയ്യുന്നത് അതേ ആക്സലറേഷൻ ആയിരിക്കും ഈ ഫ്രെയിമിനകത്തുള്ള ഒബ്സർവർക്ക് ഉണ്ടാവുക. സോ എ നോട്ട് എന്ന് പറയുന്ന ആക്സലറേഷനിൽ ഈ പറയുന്ന ഡയറക്ഷനിൽ ഈ ഫ്രെയിമിന്റെ കൂടെ ഈ ഒബ്സർവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും,
അല്ലേ? പക്ഷേ ഈ ഒബ്സർവറിനെ സംബന്ധിച്ച് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന പാർട്ടിക്കിൾ പി എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. മനസ്സിലായോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പി എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ എസ് എന്ന് പറയുന്ന റെസ്റ്റ് സ്റ്റേറ്റിലുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്സർവർ ഇപ്പൊ എ എന്ന് പറയുന്ന ഒബ്സർവർ ആണെന്ന് വെച്ചോ. സോ ഒബ്സർവർ എ എന്നെ സംബന്ധിച്ച് പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള ആക്സലറേഷൻ ഫീൽ ചെയ്യില്ല. കാരണം എയും എസ് എന്ന് പറയുന്ന ഫ്രെയിം റെസ്റ്റിലായതുകൊണ്ട് ഒബ്വിയസ്ലി ആ ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ആളും എന്തായിരിക്കും? ആക്സലറേഷൻ 0 ആയിരിക്കും. സോ ഇയാളെ സംബന്ധിച്ച് ഇതിന് യാതൊരു തരത്തിലുള്ള, ഇതും റെസ്റ്റിലാണുള്ളത് പി, ഇതിന് യാതൊരു തരത്തിലുള്ള ആക്സലറേഷൻ ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നിൽക്കുന്ന ആള് ബി എന്ന് പറയുന്ന ആളാണെന്ന് വിചാരിച്ചോ. സോ ബി എന്ന് പറയുന്ന ഒബ്സർവർക്കും എസ് പ്രൈമിന്റെ ആക്സലറേഷൻ ഉണ്ടാവും. സോ എസ് പ്രൈം ഈ ഡയറക്ഷനിലാണ് ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള ഒബ്സർവറും അതേ ഡയറക്ഷനിൽ അതേ ആക്സലറേഷൻ മൂവ് ചെയ്യും, എ നോട്ടിൽ മൂവ് ചെയ്യും. പക്ഷേ ഇയാളെ സംബന്ധിച്ച് എന്താണ് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഇയാൾ മൂവ് ചെയ്യുന്നതായിട്ടല്ല ഫീൽ ചെയ്യുക. ഇയാളെ സംബന്ധിച്ച് ഫീൽ ചെയ്യുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ എ നോട്ട് എന്ന് പറയുന്ന ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് മൈനസ് എ നോട്ട് എന്ന് പറയുന്ന ആക്സലറേഷനിൽ ഈ പാർട്ടിക്കിൾ പി മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ലേ? ഇത് നമുക്ക് റിയൽ ലൈഫിൽ നമുക്കിത് അനുഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടുതൽ നമ്മളിത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, നമ്മൾ വിൻഡോ സീറ്റിലിരുന്ന് കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ കരുതുന്നത് നമ്മളും ട്രെയിനും മൂവ് ചെയ്യുന്നില്ല, എന്നാൽ പുറത്തുള്ള ഭാഗങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. നമ്മളിപ്പം നോർത്ത് സൈഡിലേക്ക് ഒരു ട്രെയിനിൽ പോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആ ട്രെയിനോ നമ്മളോ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് വിൻഡോന്റെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പുറത്തുള്ള നമ്മളെ ഔട്ടറിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ സൗത്ത് ഡയറക്ഷനിലേക്ക്, അതായത് നമ്മൾ പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലേ? എന്തായാലും അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് ചില സമയം നമ്മൾ ബസ്സിൽ പോകുന്നതാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പുറത്തുള്ള സാധനങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിൽ ട്രെയിനിലൊക്കെ മൂവ് ചെയ്യുന്ന സമയത്താണ്. സോ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാവുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിന് മൂവ്മെന്റ് ഇല്ല, അല്ലേ? കാരണം എന്താണ്? ഇതിന്റെ ആക്സലറേഷൻ 0 ആണ്. പക്ഷേ ഈ പറയുന്ന ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ഫീൽ വരികയാണ്. അതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇയാൾ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. സോ ഈ പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്ന കാരണമാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തല്ല, അങ്ങനത്തെ ഒരു ഫോഴ്സ് അവിടെ ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ ഈ പാർട്ടിക്കിളിന്റെ മുകളിൽ ഉണ്ടാവില്ല. ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഒന്നും അത്തരത്തിലൊരു ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ആക്സലറേറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യാത്ത സാഹചര്യത്തിലാണ്, അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറയാണ് എസ് എന്ന് പറയുന്ന ഫ്രെയിം റെസ്റ്റിൽ തന്നെയാണുള്ളത്. സ്വാഭാവികമായിട്ടും ആ എ എന്ന് പറയുന്ന ഒബ്സർവറും റെസ്റ്റിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ പി എന്ന് പറയുന്ന പോയിന്റ് ഒരു എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. പി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളെ സംബന്ധിച്ച് ഇതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ എന്തായിരിക്കും? എ എന്ന് പറയുന്ന ആക്സലറേഷൻ ആയിരിക്കും, അതും ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, പക്ഷേ ഈ എസ് പ്രൈം എന്ന് പറയുന്ന ആക്സലറേറ്റഡ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന ഒബ്സർവറിനെ സംബന്ധിച്ച് ഓൾറെഡി ഇത് 0-ലാണെങ്കിൽ, ഇതിന് ആക്സലറേഷൻ ഇല്ലെങ്കിൽ പോലും ഇയാളെ സംബന്ധിച്ച് ഈ പി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് എ നോട്ട് എന്ന് പറയുന്ന ഡയറക്ഷനിൽ, മൈനസ് എ നോട്ട് എന്ന് പറയുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഈ ഡയറക്ഷനിൽ കൂടെ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് പ്രൈം എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഇതിന്റെ വെലോസിറ്റി ആക്സലറേഷൻ എന്തായിരിക്കണം? ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കണം, അല്ലെ? അതായത് എ മൈനസ് എ നോട്ട് എന്ന് പറയുന്ന ആക്സലറേഷൻ ആയിരിക്കണം ഈ ബി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഇതിന്റെ മുകളിൽ ഫീൽ ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പൊ രണ്ട് കേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞത് പി റെസ്റ്റിലാണെങ്കിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന കേസിലാണ്, അല്ലേ? സോ ഇപ്പം നമ്മൾ എടുത്ത രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നു ആക്സലറേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ഫ്രെയിം, അല്ലെങ്കിൽ എസ് പ്രൈമിലുള്ള ഒബ്സർവറിനെ സംബന്ധിച്ച് പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് അത് എ പ്രൈം നമുക്ക് വിളിക്കാം. അതെന്തായിരിക്കും? എ മൈനസ് എ നോട്ട് ആയിരിക്കും. സോ എ മൈനസ് എ നോട്ട്, അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
സോ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് എസിലാണെങ്കിലും എസ് പ്രൈമിലാണെങ്കിലും സെയിം മാസ് തന്നെ ആയിരിക്കും, അതിൽ വേരിയേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എം കൊണ്ട് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിച്ചോ, പിന്റെ മാസം ഉണ്ട്. സോ എന്താവുന്നു, ഈ ലെഫ്റ്റ് സൈഡിൽ എം എ ഡാഷ് ആവുന്നു ഈക്വൽ ടു എം എ മൈനസ് എം എ നോട്ട്. ഓക്കെ, സോ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം മാസിന്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. സോ എം എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡാഷ് ആയിട്ട് നമുക്ക് എടുക്കാം, എം എ നമുക്ക് എഫ് ആയിട്ട് എടുക്കാം, തേർഡ് പാർട്ട് മൈനസ് എം എ നോട്ട് നമ്മൾ അങ്ങനെ തന്നെ കൺസിഡർ ആണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, എഫ് ഡാഷ് ഈക്വൽ ടു എഫ് മൈനസ് എം എ നോട്ട്. ഇവിടെ ഈ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ ദി നോൺ ഇനേഷ്യൽ ഫ്രെയിം ആണ്. അതായത് ഈ എസ് പ്രൈമിൽ ഉള്ള ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എഫ് പ്രൈം എന്ന് വിളിക്കുന്നത്. അതേസമയത്ത് എഫ് എന്താണ്, എഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫോഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനേഷ്യൽ ഫ്രെയിമിൽ എസ് എന്ന് പറയുന്ന ഫ്രെയിമിലുള്ള ഒബ്സർവറിനെ സംബന്ധിച്ച് ഇതിന്റെ മുകളിൽ യഥാർത്ഥത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എം എ എന്ന് പറയുന്നത്. സോ എഫ് പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ പാർട്ടിക്കിൾ ഇൻ ദ നോൺ ഇനേഷ്യൽ ഫ്രെയിം, ദാറ്റ് ഈസ് എസ് പ്രൈം ഫ്രെയിം. ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ പാർട്ടിക്കിൾ ഇൻ ദ ഫ്രെയിം ഓഫ് ഇനേഷ്യൽ ഫ്രെയിം, ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്ന ഫ്രെയിം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അടുത്തായി നമ്മൾ കൺസിഡർ ആണ് ഈ ഇക്വേഷനിൽ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. എന്താണ്, ഈ എഫ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ആക്ച്വൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് മൈനസ് എം എ നോട്ട് ആയിട്ട് മാറുന്നു, മൈനസ് എം എ നോട്ട് അല്ലേ. സോ ഈ മൈനസ് എം എ നോട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. എന്താണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്? സോ ഇവിടെ ഈ ആക്ച്വൽ ഫോഴ്സ് 0 ആവുന്ന സമയത്ത് ഈ പറയുന്ന പി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, എന്തുകൊണ്ട്, എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിന്റെ ആക്സലറേഷൻ കൊണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെ നമ്മൾ എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നു ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എഫ് ഡാഷിന്റെ വാല്യൂ നമുക്ക് എന്തായി വരുന്നു, ഈ എഫ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് എം എ നോട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നു അല്ലേ. സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഇൻ ദ ആക്സലറേറ്റഡ് ഫ്രെയിം ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഫോഴ്സ് പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ആക്ച്വൽ ഫോഴ്സ് പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, കാരണം ഇതിന്റെ വാല്യൂ എന്താണ്, ഇതിന്റെ പേരെന്താണ്, ഇതാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അത് നമുക്ക് എഫ് എന്ന് വിളിക്കാം, ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ. സോ ആക്ച്വൽ ഫോഴ്സിന്റെ കൂടെ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആഡ് ആയാൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്, ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഇൻ ആക്സലറേറ്റഡ് ഫ്രെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇതിനാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ.